മനസ്സിൽ വരാറുണ്ട്. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ ഒരു മനുഷ്യനായിരുന്നത് ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടുന്നത് കൊണ്ടാണ്. അദ്ദേഹം ഉള്ളിൽ ഒരു സ്ത്രീയെ വഹിക്കുന്ന ഒരു പുരുഷനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെനിക്കൊരു തീർത്ഥാടനം പോലെയായിരുന്നു. നന്ദേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പൊ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രേഖ നമ്മൾ വായിച്ചു, കവിത പോലെ മനോഹരമായ. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും, അദ്ദേഹം തീർപ്പുകളിൽ എത്തിച്ചേർന്നിട്ടില്ല. ഫാദറിന്റെ തന്നെ ഒരു ഫ്രേസ് കടമെടുക്കുകയാണെങ്കിൽ, അപകടകരമായ സുനിശ്ചിതത്വം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എപ്പോഴും, അല്ലെങ്കിൽ തന്നെ ജീവിതത്തില് ചിന്തകൾ കൊണ്ടൊരു സുനിശ്ചിതത്തിൽ എത്തിച്ചേരാതിരിക്കുന്നതാണ് നല്ലത്. അനുഭൂതി കൊണ്ട്, അനുഭവം കൊണ്ട് എത്തിച്ചേരേണ്ട ഒരു പ്രാപ്യസ്ഥാനമാണ് ജീവിതം. അവിടെ ചിന്തകൾ കൊണ്ട് ഒരു തീർപ്പ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോ ഞാനൊരു വേദാന്ത വിദ്യാർത്ഥിയായിരുന്നു. 2 വർഷം സാമ്പ്രദായികമായി വേദാന്തം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആശ്രമത്തിലായിരുന്ന കാലത്ത് വേദാന്തത്തിന്റെ ഒരു രീതി വിധാനം എന്ന് പറയുന്നത് കേൾക്കുക, കേട്ടത് മനനം ചെയ്യുക, മനനം ചെയ്തതിൽ നമ്മൾ അധിഷ്ഠാനമായി ഇരിക്കുക, അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുക. ഈ ഒരു വളരെ ലളിതമായ, ഏറ്റവും കുറച്ച് വാക്കുകൾ കൊണ്ട് ആത്മീയത പ്രകാശിപ്പിക്കുന്നത് വേദാന്തമാണ്. പിന്നെ ഒരു ചോദ്യം വരും, ഇതില് കേട്ട് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിൽ ആചാര്യൻ പറഞ്ഞു തന്ന ഒരു സങ്കേതം, മനനം ചെയ്യാനുള്ള ഒരു സങ്കേതം എന്ന് പറയുന്നത്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കാൻ. ഒരു തീർപ്പിൽ എത്തിച്ചേരാൻ നാം നമ്മളെ തന്നെ അനുവദിക്കാതിരിക്കുക. ഏകപക്ഷീയമായ ചിന്തകളെ തടഞ്ഞുകൊണ്ടിരിക്കുക, ചിന്തകളുടെ ഏകതാനതയെ മുറിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു പൊളിഷൻ നടക്കാൻ നമ്മൾ അനുവദിക്കുക, ഒരു സംഘടന നടക്കാൻ അനുവദിക്കുക. ഈ സംഘട്ടത്തിന് ഒടുവിൽ ഒരുപക്ഷെ നിങ്ങൾ അവിടെ എത്തിച്ചേർന്നേക്കാം, വേദാന്തം പറയുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നേക്കാം. ചിലപ്പോൾ അവിടെ എത്തിച്ചേരാതെയും ഇരിക്കാം, അതൊക്കെ വിധി പോലെ. പക്ഷെ എങ്കിൽ പോലും ചിന്തയിൽ ഒരിക്കലും ഏകപക്ഷീയമായ ഏകദാനത ഉണ്ടാവരുത് എന്നൊരു ആചാര്യ ഉപദേശം ഞാൻ ഹൃദയത്തിലേക്ക് കൊണ്ടു നടക്കാറുണ്ട്. പിന്നീട് ഇപ്പൊ കുറച്ചു മുമ്പ് ഗോപി അച്ഛൻ നീഷയെ കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിച്ചു. നീഷെ പറയുന്ന മനോഹരമായ ഒരു ആശയമുണ്ട്. വൺ മസ്റ്റ് സ്റ്റിൽ ഹാവ് കെയോസ് വിത്തിൻ വൺസെൽഫ് ഇൻ ഓർഡർ ടു ഗീവ് ബർത്ത് ടു എ ഡാൻസിങ് സ്റ്റാർ. നൃത്തം ചെയ്യുന്ന ഒരു നക്ഷത്രം ജനിക്കുന്നത് പ്രപഞ്ചത്തിന്റെ കെയോസിൽ നിന്നാണ്. പ്രപഞ്ചത്തിൽ കെയോസ് ഇല്ലായിരുന്നെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു, നൃത്തം ചെയ്യുന്ന സൗന്ദര്യം ഉണ്ടാവുകയില്ലായിരുന്നു. സർവോപരി ജീവൻ പോലും ഉണ്ടായത് കൊളിഷനിൽ നിന്നായിരുന്നു, സംഘടനകളിൽ നിന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ഭാരതീയമായ ചിന്ത എടുത്ത് നോക്കിയാലും മന്ദരപർവ്വതത്തെ കടയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കടച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്കല്ല, അത് ഇരുവശങ്ങളിലേക്കുമുണ്ട്. അതിൽ തന്നെ ആദ്യം വരുന്നത് കാളകൂടമാണ്. ഈ ആശയ സംഘടനകളിൽ ഒരുപക്ഷെ നമ്മൾ നശിച്ചു പോയേക്കാം. കാളകൂടത്തിന് ശേഷമാണ് അമൃത് വരുന്നത്. ആ ഒരു നാശത്തെ അഭിമുഖീകരിക്കാതെ നമുക്ക് ഒരു പുനർജന്മമില്ല എന്നുള്ളതാണ്, ഒരു പൂർണ്ണ ജനനമില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നന്ദേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ദീർഘനാളായി സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം തീർപ്പുകളിൽ എത്തിച്ചേരുന്നില്ല. ഇവിടെ ഒരു വലിയ അപകടമുള്ളത്, നമ്മളൊക്കെ ചിന്തിക്കുന്നത് ചിന്തകളുടെ തലത്തിലാണ് ഈ ആശയ സംഘടന കൊണ്ട് നടക്കുന്നതെങ്കിൽ നന്ദേട്ടൻ അതിനെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. ആ സംഘടനത്തെ, ആ അലച്ചിലുകളെ ജീവിതത്തിൽ ഇദ്ദേഹത്തിൽ ഈ പറയുന്ന എല്ലാ സംഘടനകളും അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ദസ്തയേവ്സ്കിയിൽ നിന്നും നീഷയിൽ നിന്നും ആരംഭിച്ചു. അതിനുശേഷം രാമകൃഷ്ണാശ്രമത്തിൽ ചേരുന്നു. പിന്നീട് അവിടെ നിന്നും വിടുതൽ വാങ്ങി സഞ്ചാരം തുടരുകയാണ്.
പ്രയാണം തുടരുകയാണ്. ആശയ സംഘടനകൾ ജീവിതത്തിലൂടെ തുടരുകയാണ്. പക്ഷെ ഒന്നും ഉറപ്പുണ്ട്, അതിന്റെ ഏറ്റവും ഒടുവിൽ നൃത്തം ചെയ്യുന്ന ഒരു നക്ഷത്രം സാധകനെ കാത്തിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മടങ്ങി വരവ്, ഒരു ഹോം കമ്മിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭൗതിക പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആത്മീയതയിൽ സത്യമുണ്ടോ എന്നൊരു സന്ദേഹം തോന്നുന്നിടത്ത് വലിയൊരു സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അത് അനുഭവം മാടി വിളിക്കുന്നതിന്റെ ഒരു സൗന്ദര്യമാണ്. അത്തരത്തിലൊരു സന്ദേഹത്തിലൂടെ കടന്നുപോയ ആളാണ് നന്ദേട്ടൻ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേഹത്തിലൂടെ കടന്നുപോയ ആളാണ് അദ്ദേഹം. അതിന്റെ പ്രാപ്തിസ്ഥാനത്തിൽ ഒരു നൃത്തം ചെയ്യുന്ന നക്ഷത്രം കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. അതുകൊണ്ട് ചിന്തകളുടെ തീർപ്പുകളേക്കാൾ അനുഭവങ്ങളുടെ അപരോക്ഷമായ അനുഭൂതി അദ്ദേഹത്തിന്റെ യാത്രകൾ അവിടെ ഉപശമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.